നമസ്കാരം. രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ ഏത് ദേവൻ്റെ ചിത്രമാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഏത് ദേവിയുടെ ചിത്രമാണ് കാണേണ്ടത്? ഏവരിലുമുള്ള ഒരു സംശയമാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടദേവൻ്റെ ചിത്രം വെക്കണം, നോക്കണം. യാത്രയിലാണെങ്കിൽ എന്തു ചെയ്യും? ഒരു മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്, എന്നും വീട്ടിലുണ്ടാവണം എന്നില്ല. ചിലപ്പോൾ മറ്റൊരാളുടെ വീട്ടിൽ തങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നുണ്ട്, ഹോട്ടൽ മുറിയിൽ തങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നുണ്ട് പല സ്ഥലത്തും. അപ്പോൾ ഈ ചിത്രം എടുത്തുകൊണ്ട് പോകണോ എന്നുള്ള ചോദ്യം വരും. ചിത്രം വരുന്നതിന് മുന്നേ എന്തായിരുന്നു ആ ഒരു ചോദ്യം വരും. അപ്പോൾ സനാതനധർമ്മം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ആദ്യം കണ്ണ് തുറക്കുമ്പോൾ, അതായത് രാവിലെ നാം ഉറങ്ങി എഴുന്നേൽക്കാൻ തന്നെ ഒരു വഴിയുണ്ട്, ഒരു രീതിയുണ്ട്. വലതുവശം ചരിഞ്ഞ് കിടന്ന് സമാധാനപൂർവം എഴുന്നേറ്റ് ഇരിക്കുക, അവരവരുടെ ഇഷ്ടദേവനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. കണ്ണ് തുറക്കുന്നത് അവനവൻ്റെ കരതലത്തെ നോക്കിയിട്ടാണ്. അവനവൻ്റെ കൈയാണ് ആദ്യം നോക്കേണ്ടത്. ഇതൊരു ചെറിയ ശീലമാണ്. ആ കരത്തിൽ തന്നെ ഭഗവാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അയം മേഹസ്തോ ഭഗവാൻ അയം മേ ഭഗവത്തരഹ എന്ന് പറയുന്നുണ്ട്. ഏവർക്കും അറിയാം. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം. ഈ ശ്ലോകം പറഞ്ഞുകൊണ്ടാണ് നാം നമ്മുടെ കരതലങ്ങളിലേക്ക് നോക്കുന്നത്. എന്തുകൊണ്ട് കരതലങ്ങൾ? ഈ കൈകൾ കൊണ്ടാണ് നാം പണിയെടുത്ത് ജീവിക്കുന്നത്. അപ്പോൾ അവിടെയും കർമ്മമാണ്, പ്രയത്നത്തിനാണ് പ്രാധാന്യം, കർമ്മത്തിന് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ ആ കൈകളിലേക്ക് നോക്കി നാം പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ആത്മവിശ്വാസം കൂടുന്നു, നല്ലൊരു കോൺഫിഡൻസ് ഡെവലപ്പാകുകയാണ് ദിവസവും. അതൊരു ശീലമാകുകയാണ്. ഈ ശ്ലോകം എന്നും പറയുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ ഈ ഒരു ശീലം നമ്മൾ ആ കുട്ടികളെ ശീലിപ്പിക്കണം, ഈ ഒരു ശീലമാക്കണം, നിത്യവും ശീലമാക്കണം. അല്ലാതെ കണ്ണു തുറക്കുമ്പോൾ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രം വേണം, ശിവൻ്റെ ഒരു ചിത്രം വേണം, ഹനുമാൻ്റെ ഒരു ചിത്രം വേണം, ഇല്ലെങ്കിൽ കുബേരനായിക്കോട്ടെ, ധനം വരട്ടെ എന്നുള്ളതൊന്നും നമ്മുടെ പഴമക്കാർ, ആചാര്യന്മാരൊന്നും ശീലിച്ചിട്ടില്ല. അപ്പോൾ അവനവൻ്റെ കൈ തന്നെയാണ്, അവനവൻ തന്നെയാണ് ദൈവം, അവനവൻ തന്നെയാണ്. അപ്പോൾ ആ ആത്മചിന്ത പോലും ഇതിനകത്തുണ്ട്. നാം തന്നെയാണ് ദൈവം, നമുക്കറിയാതെ പോവുകയാണല്ലോ, നമുക്ക് തന്നെ അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും ഷഠേതേ എത്ര വർത്തന്തേ തത്ര ദൈവം പ്രകാശയേത്. എവിടെയാണ് ദൈവം പ്രകാശിക്കുന്നത്? ഉദ്യമത്തിലാണ്. സാഹസം എന്ന് പറയുന്നത് ആ ഉദ്യമത്തെ സാധൂകരിക്കുവാനുള്ള പ്രയത്നമാണ്. സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമവും. ഇവിടെ പരാക്രമം എന്ന് ഉദ്ദേശിച്ചത് അതാണ്, സാഹസമല്ല, പറഞ്ഞത് മാറിപ്പോയി. അപ്പോൾ അതിനെ സാധൂകരിക്കുവാനുള്ള മാർഗത്തെ. അപ്പോൾ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമവും ഷഠേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത്. പല വഴിക്കും അവനവൻ്റെ ഉള്ളിലേക്ക് ചെല്ലുവാനുള്ള, അവിടെ അങ്ങനെ ചിന്തിക്കുവാനുള്ള ഒരു പ്രേരണ സൃഷ്ടിക്കുവാനായിട്ട് ശാസ്ത്രങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ചെറിയ ശീലം, കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം എന്ന് നിത്യവും ഇത് ഏവരും അല്ലെങ്കിൽ മിക്കവരും ചൊല്ലുന്നുണ്ടാവാം. വരും തലമുറയെ ശീലിപ്പിക്കണം. കാരണം ഈ ശീലമാണ് നമ്മളുടെ പക്കൽ നിന്ന് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശീലിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഈ ഒരു ശ്ലോകത്തിൽ ഒരു പാഠഭേദം കൂടിയുണ്ട്. കരമൂലേതു ഗോവിന്ദ എന്ന് പറഞ്ഞ ഒരു പാഠഭേദമുണ്ട്. അത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി. കാരണം ആദ്യത്തേത് രണ്ടും സ്ത്രീദേവതകളെ കുറിക്കുന്ന പദമാണ്. അപ്പോൾ മൂന്നാമത്തേതും സ്വാഭാവികമായിട്ടും സ്ത്രീദേവതയാകുവാനുള്ള സാധ്യതയുണ്ട്. ഇനി പാഠഭേദം അത് ഉചിതമാണ് എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഈ ഒരു വിഷയം നാം ഏവരും ശീലിക്കണം. ഈ ശീലം കുട്ടികളിൽ വളർത്തണം. 1 10 10 100 100 1000 അങ്ങനെ ഒരു നല്ലൊരു ശീലം കൈവരും എന്നുള്ളതിൽ തർക്കമില്ല. നമസ്കാരം.